ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC മാർച്ച് മാസം 13 നടത്തിയ ഫയർമാൻ ഫയർവുമൺ ട്രെയിനിങ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിലീഷൻ ഉണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നിട്ട് മാർക്ക് നോക്കാൻ ഇരിക്കുന്നവർക്ക് എന്തായാലും ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫൈനൽ മാർക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തത്, ബാക്കി ആൻസേഴ്സ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം, വാഗൻ ട്രാജഡി, കയ്യൂർ ലഹള. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യം നടന്നത് വാഗൻ ട്രാജഡി, രണ്ടാമത് കയ്യൂർ ലഹള, അടുത്തത് പുന്നപ്ര വയലാർ സമരം, അവസാനം തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക. ഇവയിൽ ലിസ്റ്റ് 1 വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2 നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റാണി ലക്ഷ്മിബായി ഝാൻസി, നാനാ സാഹിബ് കാൺപൂർ, കൻവർ സിംഗ് ആര, ബഹദൂർ ഷാ സഫർ ഡൽഹി. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? ഉത്തരം 1 മാത്രം ശരി എന്നുള്ളതാണ്, അതായത് നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതി, അതായത് 90-ാം വർഷമാണ് 2021? ഗുരുവായൂർ സത്യാഗ്രഹം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? പാരീസ് സമ്മേളനം. പാരീസ് സമ്മേളനം. 7ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക. കോണ്ടൂറിന്റെ നിർവചനം ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. 8ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിലെ ഖാരിഫ് കൃഷിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വാചകങ്ങളാണ് ശരി? ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏത്? ഗ്രാമം ഉളിയാൾത്തുറ. ഉളിയാൾത്തുറയാണ്. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത്? ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏതാണ്? ബാർബഡോസ് ആണ്. ബാർബഡോസ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രീ കണ്ടന്റ്സ് അവൈലബിൾ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറി തന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അൺഅക്കാഡമിയിലെ ഫ്രീ കണ്ടന്റ്സും ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ലൈവ് ക്യൂസസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് പോകുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഏപ്രിൽ 24 രാത്രി 8 മണിക്ക് 75 മിനിറ്റിന്റെ ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുണ്ട്. വിന്നേഴ്സിന് നല്ല അടിപൊളി പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അതുപോലെ അൺഅക്കാഡമി ഒരു ഓഫ്ലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്രാൻഡ് ഓഡിറ്റോറിയം കാലിക്കറ്റില് സൺഡേ ഏപ്രിൽ 24 രാവിലെ 10 മണിക്ക്. ഫ്രീ ആയിട്ടാണ് രജിസ്ട്രേഷൻ ഒക്കെ. അപ്പൊ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അൺഅക്കാഡമിയിലെ എല്ലാ ഫ്രീ കണ്ടന്റ്സും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? കാണ്ടില, നവശേവ. കാണ്ടില, നവശേവ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ ഏതെല്ലാം? ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിവയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏത്? ഉത്തരം ഭൂവികസന ബാങ്ക്. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തിനെയാണ്? സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം പച്ചക്കറി ഉൽപാദനത്തിനെയാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? പഞ്ചാബാണ്.
PC മെഹ്ലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? PC മെഹ്ലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം സംഖ്യ എന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി ഏത്? നിക്ഷേപ വിൽപ്പന. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ജർമ്മൻ ഭരണഘടന. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കണ്ടെത്തുക. ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്തു. 24ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? അടുത്ത ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചത്? ബില്ല് അവതരിപ്പിച്ചത് ശ്രീ അമിത്ഷായാണ്. ശ്രീ അമിത്ഷാ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശം ഏതാണ്? ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേര് എന്ത്? പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? എഡ്യൂസാറ്റിന്റെ സഹായത്തോടെയാണ് വിക്ടേഴ്സ് എന്ന ചാനൽ പ്രവർത്തിക്കുന്നത്. MP-മാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. ഏതാണ് ആ പദ്ധതി? സൻസദ് ആദർശ് ഗ്രാം യോജന. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എഴുതുക. ദ്വിദള വാൽവാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ആൻഡ്രോജൻ ആണ്, ഒന്നു മാത്രം. അതാണ് സ്ത്രീ ഹോർമോൺ അല്ലാത്തത്. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏതാണ്? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ്. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത്? ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതിയാണ് വൈഡൽ ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണ്. ഇൻസുലിൻ കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസായ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ വകഭേദം B1.1.529 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. പ്രകൃതിയിലെ അടിസ്ഥാന ബലമാണ് ഭൂഗുരുത്വ ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമമാണ് പാസ്കൽ നിയമം. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ എത്ര? +5 ഡയോപ്റ്റർ ആണ്. +5 ഡയോപ്റ്റർ. ഇതിൽ ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS 01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? PSLV C-49 ആണ്.
ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് ഓക്സിഡേഷൻ. ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാൻ കാരണം എന്താണ്? പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ. ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ എന്താണ്? മർദ്ദം കുറവാണ്. 2021 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2021 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ഏതാണ്? ജാവലിൻ ആണ്, ജാവലിൻ ത്രോ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 2 ശരിയായിട്ടുള്ളത്. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം എന്നത്. ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? കല്ലിൽ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? 0 0. അടുത്ത ചോദ്യം, എ എന്ന സെറ്റിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എക്ക് എത്ര ഉപഗണങ്ങൾ ഉണ്ട്? ഉത്തരം 16 16. ഒരു ഗ്രൂപ്പിൽ 400 ആളുകൾ ഉണ്ട്. അതിൽ 250 പേർ ഹിന്ദി സംസാരിക്കും, 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും. എത്ര പേർക്ക് 2 ഭാഷയും സംസാരിക്കാൻ കഴിയും? 50 പേർക്കാണ്. I ഒരു ഇമാജിനറി നമ്പർ ആയാൽ i⁹ വില എഴുതുക. i⁹ എന്ന് പറയുന്നത് I തന്നെയാണ്, I. അടുത്ത ചോദ്യം, ഒരു ക്യൂയിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും? 120. 5 ഫാക്ടോറിയൽ ആണ്. 16ന്റെയും 4ന്റെയും ജോമെട്രിക് മീൻ കണ്ടെത്തുക. 16ന്റെയും 4ന്റെയും ജോമെട്രിക് മീൻ 8 ആണ്. 3x + 2y + 5 = 0 എന്ന രേഖയുടെ ചരിവ് എത്രയാണ്? -3/2. 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം 225 ആണ്. ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ ബി 24%. 314/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 6 ആണ്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. If you had told the truth, they dash you. They would have believed you. Neither Raju nor his friends dash home every week. ഉത്തരം go ആണ്, go. He is senior dash me in college. He is senior to me in college. Everyone passed the examination. Everyone passed the examination, didn't they? Dash honest man is the noblest work of God. ഉത്തരം an ആണ്, an. I saw a dash of bees. I saw a swarm of bees. Choose the correct synonym for weary. Weary എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? tired ആണ്. Select the correctly spelled word from the following options. handkerchiefന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ സി HANDKERCHIEF. Select the suitable one-word substitute for an ability to make good judgments and take quick decisions. ഉത്തരം ഓപ്ഷൻ എ ആണ്, acumen. While walking in the park, I dash an old friend. ഉത്തരം ഓപ്ഷൻ ഡി came across, meet by chance എന്നുള്ളതാണ്. അടുത്ത മലയാളം ചോദ്യങ്ങൾ. പ്രസാധകൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? പ്രസാധകൻ എന്ന പദത്തിന്റെ എതിർലിംഗം പ്രസാദിക എന്നുള്ളതാണ്. പ്രേയതി സമാന പദം ഏത്? പ്രേയതി സമാന പദം ദാനമാണ്, ദാനം. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം ഓപ്ഷൻ എ ആണ്, അനാരതം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അനുകരണശീലമാണ്. ശരിയായ വാക്യം എഴുതുക. ശരിയായ വാക്യം, അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. ഓപ്ഷൻ ബി. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം ഏത്? പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം പ്രതിഷ്ഠാപകൻ, പ്രതിഷ്ഠാപകൻ ആണ്. തിക്തം വിപരീത പദം ഏത്? തിക്തം വിപരീത പദം മധുരമാണ്.
ജനനിബിഡം വിഗ്രഹിച്ചാൽ എങ്ങനെയാണ്? ജനനിബിഡം ജനങ്ങളാൽ നിബിഡമായത്, ജനങ്ങളാൽ നിബിഡമായത്. അടുത്ത ചോദ്യം, തജ്ജീവിതം പിരിച്ചെഴുതുക. എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തത് അധികം ജീവിതമാണ്. ധന്യം പര്യായ പദം ഏത്? പര്യായ പദം മരുഭൂമിയാണ്, മരുഭൂമി. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഉത്തരം, ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീ അപകടമാണ്. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്ത്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ, ഈഥൈൽ മെർക്യാപ്റ്റൈൻ. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫോർമേഷൻ പാനലിലെ 3YE എന്ന കോഡുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? പതയാണ്, ഫോം ഉപയോഗിക്കുക. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 21%, 21%. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി അഥവാ വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏത്? LPG ആണ്. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏത്? ഉത്തരം ബെറിലിയം ആണ്, ബെറിലിയം. നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഗ്പൂരാണ്. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏത്? വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്ര? 206, 206. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. സ്ഥിരമായ മസ്തിഷ്ക ക്ഷതം തടയുന്നതിന് കാർഡിയോ പൾമണറി പുനർ ഉത്തേജനം നൽകേണ്ടത്. അടുത്ത ചോദ്യം, ചോക്കിംഗ് എന്നാൽ എന്ത്? ചോക്കിംഗ് എന്നാൽ മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ്. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത് എന്ത്? ചെയ്യരുതാത്തത് മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ്. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക. പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത് ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. പാമ്പുകടി ഏറ്റതിന്റെ ഒരു ലക്ഷണം ഒരു ജോഡി ചെറിയ മുറിവ്. സൈബർ ഭീകരവാദത്തിന് വിവര സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എന്താണ്? ജീവപര്യന്തം തടവാണ്. അവസാനത്തെ ചോദ്യം, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോർണോഗ്രഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫയർമാന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും എന്ന് കഴിഞ്ഞ യോഗത്തിൽ PSC തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടായിരിക്കണം ഫൈനൽ ആൻസർ കീ ഉടനെ തന്നെ പുറത്തുവിട്ടത്. ഓക്കെ, അപ്പോൾ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. വീണ്ടും കാണാം. Thank you.